ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. എല്ലാ ശാക്തേയ ഭക്തർക്കും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്നിനിയും നമുക്ക് ദേവീസ്തുതി, ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട അമ്മയുടെ മനോഹരമായ സ്തുതി നമുക്ക് കാണാം. ദേവ ഊജുഹു നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃത്यै ഭദ്രാयै നിയതാ പ്രണതാസ്മതാം. നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമോ ദേവ്യൈ മഹാദേവ്യൈ. അമ്മേ, സ്വയം പ്രകാശസ്വരൂപിണിയായ ദേവി, അവിടത്തേക്ക് നമഃ, നമസ്കാരം. മഹാദേവ്യൈ, മഹത്തുക്കളായ ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവതി, അവിടത്തേക്ക് നമസ്കാരം. ശിവായൈ സതതം നമഃ. മംഗളസ്വരൂപിണിയായിട്ടുള്ള ദേവി, ശിവം എന്നാൽ മംഗളം, ശിവം തന്നെ സ്വരൂപമായിട്ടുള്ള ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അവിടുത്തെ സതതം നമഃ, എപ്പോഴും നമസ്കരിക്കുന്നു. നമഃ പ്രകൃത്यै ഭദ്രാयै. പ്രകൃതി സ്വരൂപിണിയായും ഭദ്രയായും രക്ഷാരൂപിണിയായും വർത്തിക്കുന്ന അമ്മേ, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. നിയതാ പ്രണതാസ്മ താം. താം അലയോ ദേവി, പ്രണതാ അസ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിനീതരായിട്ട് പ്രണാമം ചെയ്യുന്നു. നിയതാ, സർവ്വതിൻ്റെയും കാരണഭൂതയും സർവരക്ഷാകരിയുമായിരിക്കുന്ന ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവതി, മംഗളസ്വരൂപിണിയായിട്ടുള്ള അമ്മേ, പ്രകാശരൂപിണിയായ ദേവി, അവിടുത്തെ സദാ എപ്പോഴും പ്രണാമം ചെയ്തുകൊള്ളുന്നു, നമസ്കരിക്കുന്നു. ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ അമ്മയുടെ 4 ഭാവങ്ങൾ, 5 ഭാവങ്ങൾ, ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ പ്രകൃത്यै ഭദ്രാयै നിയത, 6 ഭാവങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ശ്ലോകത്തിൽ അമ്മയെ നമസ്കരിച്ചിരിക്കുകയാണ്. ഈ രൂപങ്ങളിലെല്ലാം വാഴുന്ന അമ്മേ, അവിടത്തേക്ക് നമസ്കാരം. അടുത്ത ശ്ലോകം. ഇവിടെ ആ ശ്ലോകത്തിൽ പ്രണതാ സ്മൃതാം എന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണാറുണ്ട്. സ്മൃതാം അല്ല എന്ന് ഗുരു പറയാറുണ്ട്. പ്രണതാ സ്മ താം ആണ്, സ്മൃതാമല്ല. ഇനി അടുത്ത ശ്ലോകം. രൗദ്രായൈ നമോ, രൗദ്രായൈ നമോ നിത്യായൈ ഗൗര്यै ധാത്ര്यै നമോ നമഃ. ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്यै സുഖായൈ സതതം നമഃ. ഇവിടെ ഇന്ദുരൂപിണ്യാണ്, അതിന് പകരം അത് ചന്ദ്രരൂപിണ്യൈ എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം. രണ്ടും തെറ്റല്ല, ഒന്ന് തന്നെയാണ് അർത്ഥം. രൗദ്രായൈ നമോ നിത്യായൈ. രൗദ്രഭാവത്തിലുള്ള, അതായത് സന്ദർഭത്തിനനുസരിച്ച് അമ്മ രൗദ്രഭാവത്തിലും ക്രൂരയായിട്ടും, നമ്മൾ അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുന്ന വേളയിൽ അമ്മയെ നമ്മൾ കാണുന്ന ആ രൗദ്രഭാവത്തിലാണ്. അപ്പോൾ അങ്ങനെ രൗദ്രഭാവത്തിലുള്ള അമ്മയെ
ഗൗര്യൈ ധാത്ര്യൈ നമോ നമ. രൗദ്രായൈ തേ നമോ നിത്യം, അല്ലെങ്കിൽ രൗദ്രായൈ നമോ നിത്യായൈ. അങ്ങനെ രൗദ്രഭാവത്തിലുള്ള അമ്മയെ അവിടത്തേക്കായിക്കൊണ്ട് നിത്യവും നമസ്കാരം അർപ്പിക്കുന്നു. ഇനി തേ നമോ നിത്യം, നിത്യവും അമ്മയെ നമസ്കരിക്കുന്നു. ഇനി അതല്ല, നമോ നിത്യായൈ എന്നാണെങ്കിൽ നിത്യവും ഉള്ളത്, അതായത് എന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത്, നാശമില്ലാത്തതായിട്ടുള്ളത്, യാതൊരു സത്യമാണോ സർവനാശങ്ങൾക്കും സൃഷ്ടികൾക്കും മുൻപും പിൻപും നിലനിൽക്കുന്നത്, എല്ലാത്തിനും സാക്ഷിയായി നാശങ്ങൾക്കും സൃഷ്ടികൾക്കും കൂടെയും ആ കാലത്തിലും നിലകൊള്ളുന്നത്, അങ്ങനെയുള്ള നിത്യായയായിട്ടുള്ള ദേവി അവിടത്തേക്ക് നമസ്കാരം. ഗൗര്യൈ ധാത്രിയൈ നമോ നമ. ഗൗരി എന്നാൽ ഇവിടെ ഗൗരവർണ്ണത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ വെളുത്ത നിറത്തോടു കൂടിയവൾ. ഇനി അതുമല്ലെങ്കിൽ സൗമ്യയായിട്ടുള്ളവൾ, രണ്ടു ഭാവവും അമ്മയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദേവി ധാത്രിയൈ, അതായത് പ്രകൃതി സ്വരൂപിണിയായിട്ടുള്ള ദേവി. ജ്യോത്സ്നായൈ ചന്ദ്രരൂപിണ്യൈ, അല്ലെങ്കിൽ ചേന്തുരൂപിണ്യൈ. ജ്യോത്സ്നായൈ, ആദിത്യൻ്റെ, സൂര്യഭഗവാന്റെ ആ രശ്മികളാൽ തൻ്റെ ഭക്തന്മാർക്ക്, എങ്ങനെ തപിക്കുന്നതായിട്ടുള്ള ദുഃഖിക്കുന്നതായിട്ടുള്ള തൻ്റെ ഭക്തന്മാർക്ക് ആഹ്ലാദപ്രദായകമായിട്ടുള്ള തൻ്റെ ആ രശ്മികൾ കൊണ്ട് അവരെ ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള അമ്മേ. കഴിഞ്ഞില്ല, ചന്ദ്രരൂപിണ്യൈ, അല്ലെങ്കിൽ ഇന്ദുരൂപിണ്യൈ. ചന്ദ്രികാതുല്യമായിട്ടുള്ള ശീതള കിരണങ്ങൾ അവരിൽ വർഷിച്ചുകൊണ്ട് അവരുടെ താപത്തെ ഇല്ലാതെയാക്കുന്ന ദേവി അവിടുത്തേക്കായിക്കൊണ്ട് സുഖായൈ സതതം നമ. സുഖായൈ, സുഖം തന്നെ, പരമാനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ള ഭഗവതി അവിടത്തേക്ക് സതതം നമ, എപ്പോഴും നമസ്കരിക്കുന്നു അവിടുത്തെ. ഇനി അടുത്ത ശ്ലോകം. കല്യാണ്യൈ പ്രണതാർത്ഥിഗ്നൈ സിദ്ധ്യൈ കൂർമ്യൈ നമോ നമ. നൈഋത്യൈ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമ. ഇവിടെ പ്രണതാർത്ഥിഗ്നൈ അല്ലെങ്കിൽ പ്രണതാവൃത്യൈ എന്നും പാഠഭേദം കാണാം. അതുപോലെ സിദ്ധ്യൈ കൂർമ്യൈ നമോ നമ, അതിനു പകരം ത്രൈവിക്രമ്യൈ നമോ നമ, അങ്ങനെയും പാഠഭേദം കാണാം ഗ്രന്ഥങ്ങളിൽ. കല്യാണിയൈ എന്ന് പറഞ്ഞാൽ കല്യാണസ്വരൂപിണിയായിട്ടുള്ള ദേവി, മംഗളസ്വരൂപിണിയായിട്ടുള്ള അമ്മയെ. പ്രണതാവൃദ്ധൈ, ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖങ്ങളെയൊക്കെ മാറ്റിയിട്ട് സമ്പൽ സമൃദ്ധിയെ കൊടുക്കുന്നവൾ. സിദ്ധ്യൈ കൂർമ്യൈ നമോ നമ, സിദ്ധിസ്വരൂപിണിയായിട്ടുള്ളവൾ, എല്ലാ സിദ്ധികളുടെയും ഉറവിടം അമ്മയാണ്. കൂർമ്യൈ നമോ നമ, ഇവിടെ കൂർമ്മസ്വരൂപിണിയായത് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ബാഹ്യപ്രപഞ്ചവുമായിട്ട് യാതൊരു മമതയും അമ്മയ്ക്കില്ല. അമ്മ തൻ്റെ ഉള്ളിൽ തന്നെ രമിക്കുന്നവളാണ്, ആത്മാരാമയാണ്. അതുകൊണ്ട് തന്നെ, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒരു കൂർമ്മത്തെ പോലെ തൻ്റെ ഉള്ളിലേക്ക് വലിച്ച് വെച്ചിരിക്കുന്നവൾ, ബാഹ്യപ്രപഞ്ചവുമായി ബന്ധമില്ലാതെ ബാഹ്യപ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നവൾ. അപ്പോൾ അങ്ങനെയുള്ള ദേവി അവിടത്തേക്ക് നമോ നമ, അവിടുത്തെ നമസ്കരിക്കുന്നു. നൈഋത്യൈ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പാഠഭേദമുണ്ട് പറഞ്ഞു. ഇവിടെ ത്രൈവിക്രമ്യൈ നമോ നമ, അങ്ങനെയാണെങ്കിൽ ത്രിഗുണപ്രധാനങ്ങളായിട്ടുള്ള വിക്രമസ്വരൂപത്തോടു കൂടിയ ദേവി അവിടത്തേക്ക് നമോ നമ. പിന്നെ നൈഋത്യൈ ഭൂഭൃതാം ലക്ഷ്മ്യൈ ശർവാണ്യൈ തേ നമോ നമ, ജ്യേഷ്ഠാസ്വരൂപിണിയായിട്ടുള്ള ദേവി അവിടത്തേക്ക് നമസ്കാരം. കഴിഞ്ഞില്ല, ലക്ഷ്മിയെ ശർവാണ്യൈ തേ നമോ നമ, രാജ്യലക്ഷ്മിയും അതേപോലെ തന്നെ രാജലക്ഷ്മിയുമായിട്ടുള്ള ഭഗവതി അവിടത്തേക്ക് ശ്രീ പരമേശ്വരൻ്റെ ശക്തിയായി വർത്തിക്കുന്ന ശ്രീ പാർവതീദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം.
ശർവാണ്യൈ എന്ന് പറഞ്ഞാൽ ശർവൻ്റെ ഭാര്യയായിട്ടുള്ള, ശർവൻ എന്നാൽ ശിവനാണ്. അപ്പോൾ ശർവാണ്യൈ തേ നമോ നമ, പരമേശ്വരൻ്റെ ശക്തിയായി പത്നിയായി വാമഭാഗമായി വർത്തിക്കുന്ന ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. ദുർഗായൈ ദുർഗപാരായൈ സാരായൈ സർവകാരിണ്യൈ ഖ്യാത്यै തഥൈവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമഃ. ദുർഗായൈ ദുർഗപാരായൈ, ഉപാസകന്മാർക്ക് ദുർഗായൈ എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ രൂപത്തോടു കൂടിയവൾ, അത്ര എളുപ്പം പ്രാപിക്കുവാനാകാത്തവളായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയവൾ. ദുർഗപാരായൈ എന്ന് പറഞ്ഞാൽ ഈ സംസാര സാഗരത്തെ മറുകര കടക്കുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ മറുകര കാട്ടിത്തരുന്ന ഭഗവതി. സാരായൈ, സാരായൈ സർവകാരുണ്യൈ, എല്ലാവരുടെയും ഇച്ഛയെ സാധിപ്പിക്കുന്ന ദേവി. അതേപോലെ സർവകാരുണ്യൈ, എല്ലാത്തിനും കാരണഭൂതയായിട്ടിരിക്കുന്ന ദേവി. ഖ്യാത്यै തഥാ ഏവ കൃഷ്ണായൈ, ഇവിടെ ഖ്യാത്यै തഥാ ഏവ കൃഷ്ണായൈ ധൂമ്രായൈ സതതം നമഃ. ഇവിടെ 3 ഗുണങ്ങളെയാണ് ദേവിയുടെ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതി എന്നുള്ളത് നമുക്കറിയാം, അതൊരു സാത്വിക ഭാവമാണ്. സാത്വികയും തഥാ ഏവ കഴിഞ്ഞില്ല, ഇതും പിന്നെയോ കൃഷ്ണായൈ, കൃഷ്ണവർണ്ണത്തോടു കൂടിയവൾ, ഇവിടെ രാജസ ഭാവത്തോട് രജോ ഗുണത്തോടു കൂടിയവൾ. ധൂമ്രായൈ എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തോടു കൂടിയവളുമായി വർത്തിക്കുന്ന അല്ലയോ ഭഗവതി, അവിടത്തേക്ക് സതതം നമ, എപ്പോഴും നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം. അതി സൗമ്യാതിരൗദ്രായൈ നദാസ്തസ്യൈ നമോ നമഃ. നമോ ജഗത്പ്രതിഷ്ഠായൈ ദേവ്യൈ ഭൂത്यै നമോ നമഃ. അതിസൗമ്യാതിരൗദ്രായൈ, അതിസൗമ്യ അതിരൗദ്ര രണ്ടും അമ്മയാണ്. ഭക്തന്മാർക്ക് അമ്മ അതിസൗമ്യയാണെങ്കിൽ ദുഷ്ടന്മാർക്ക് അമ്മ അതിരൗദ്രയാണ്. 2 ഭാവവും അമ്മയിലുണ്ട് എന്നർത്ഥം. നദാസ്തസ്യൈ നമോ നമഃ, അങ്ങനെയുള്ള അമ്മയെ അവിടുത്തേക്കായിക്കൊണ്ട് തസ്യൈ നമോ നമഃ, അവിടുത്തെ നമസ്കരിക്കുന്നു. നമോ ജഗത് പ്രതിഷ്ഠായൈ, ഈ ജഗത്തിൻ്റെ സൃഷ്ടി കാരിണിയായിട്ടുള്ള ഭഗവതി, ആധാരഭൂതയായ ദേവി. ദേവ്യൈ ഭൂത്यै നമോ നമഃ, അമ്മേ ദീപ്തസ്വരൂപിണിയായിട്ടുള്ള ദേവി, അവിടത്തേക്ക് സർവസമ്പൽ പ്രദായിനിയായിട്ടുള്ള ഭഗവതി, അവിടത്തേക്ക് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം മുതൽക്ക് ആ നാരായണീ സ്തുതി, വിഖ്യാതമായിട്ടുള്ള അമ്മയുടെ നാരായണീ സ്തുതി തുടങ്ങുകയാണ്. യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിതാ നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി, യാതൊരു ദേവിയാണോ സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും വിഷ്ണുമായേതി ശബ്ദിത, വിഷ്ണുമായ ഇതി ശബ്ദിത, വിഷ്ണുമായ എന്നിങ്ങനെ പറയപ്പെടുന്നതും, അതുപോലെ ഈ വിഷ്ണുമായ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സത്വരജസ് തമോ ഗുണങ്ങളുടെ മിശ്രിതമാണ്. അതേസമയം ഈ 3 ഗുണങ്ങൾക്കും അതീതയുമായിട്ടുള്ള ദേവി, അവിടത്തേക്ക് നമസ്തസ്യൈ 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 നമോ നമഃ. ഓരോ ശ്ലോകത്തിലും ഇനി നമുക്ക് കാണാം ഇതേപോലെ 5 പ്രാവശ്യം നമസ്കരിക്കുന്നത്, ഓരോ ഭാവവും പറഞ്ഞിട്ട് നമസ്തസ്യൈ അവിടത്തേക്കായിക്കോട്ടെ നമസ്കാരം, നമസ്തസ്യൈ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം, നമസ്തസ്യൈ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം, അമ്മേ നമോ നമിക്കുന്നു, നമഃ നമസ്കാരം. ഇങ്ങനെ 5 പ്രാവശ്യം വീതം ഓരോ ശ്ലോകവും പറഞ്ഞിട്ട് നമുക്കിനി നമസ്കാരം ചെയ്യുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം.
യാ ദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയതേ നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും സർവചരാചരങ്ങളും, ഭൂതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ടവ എന്നാണ്. അപ്പോൾ യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ചേതന ഇതി അഭിധീയതേ, ചേതന എന്ന് അറിയപ്പെടുന്നത്, സർവചരാചരങ്ങളിലുമുള്ള ചേതനയെന്നറിയപ്പെടുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്തസ്യൈ നമസ്കാരം അർപ്പിക്കുന്നു. നമ്മൾ ഒരേപോലെ ഇനിയും 5 നമസ്കാരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ശ്ലോകത്തിൻ്റെ ആ മുഖ്യഭാഗത്തിൻ്റെ അർത്ഥം മാത്രം വിചാരം ചെയ്തു പോകാമെന്നാണ് കരുതുന്നത്. ബാക്കി 5 നമസ്കാരങ്ങളാണത്. ഇനി അടുത്തത്, യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ബുദ്ധിയുടെ രൂപത്തിൽ വർത്തിക്കുന്നത്, അതായത് വേദശാസ്ത്രാദികളാലും കൗശലാദികളാലും വഞ്ചനാദികളാലും ഒക്കെ പ്രവേശിച്ച് കാണുന്ന ആ യഥാക്രമ ഈ ബുദ്ധി എന്ന് പറയുമ്പോൾ 3 ഗുണങ്ങളിലും അടിസ്ഥാനമായിട്ടുള്ള ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അതായത് സത്വരജസ് തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ബുദ്ധി, അധിഷ്ഠിതമായിട്ടാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത്. അമ്മയാകട്ടെ 3 ഗുണങ്ങളും ചേർന്നതും 3 ഗുണങ്ങൾക്കും അതീതയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബുദ്ധിയാണ്, സാത്വികമായ ബുദ്ധിയാവുമ്പം വേദശാസ്ത്രാദികളിൽ അല്ലെങ്കിൽ ഇതുപോലെ സദ്ഗ്രന്ഥങ്ങളിലേക്ക് സദ്വിചാരങ്ങളിലേക്ക് ബുദ്ധി പ്രവർത്തിക്കും. ഇനിയും രജോ ഗുണമാണെങ്കിൽ കൗശലാദികളിലായിരിക്കും ബുദ്ധി വർത്തിക്കുക. ഇനി തമോ ഗുണമാണെങ്കിലോ വഞ്ചനാദികളിലായിരിക്കും ബുദ്ധി വർത്തിക്കുക. മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവരുടേതൊക്കെ സ്വന്തമാക്കുക, ഇങ്ങനെ തുടങ്ങി ഈ രീതിയിലാവും ബുദ്ധി വർത്തിക്കുക. അപ്പോൾ 3 ഭാവത്തിലും 3 ഗുണങ്ങളിൽ അധിഷ്ഠിതമായ ബുദ്ധിയായും വർത്തിക്കുന്നത് അല്ലയോ അമ്മേ, അവിടുന്ന് തന്നെയാണ്. അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം, യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവചരാചരങ്ങളിലും യാതൊരു ദേവിയാണോ നിദ്രാരൂപേണ സംസ്ഥിത, നിദ്രയുടെ രൂപത്തിൽ, ഉറക്കത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നത്, അറിയപ്പെടുന്നത്, അങ്ങനെയുള്ള ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത്, യാ ദേവി സർവഭൂതേഷു ക്ഷുധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവചരാചരങ്ങളിലും, ഇവിടെ പാഠഭേദം കാണാം, സൃഷ്ടിരൂപേണ എന്നും കാണാം. അതാണ് കൂടുതൽ ശരിയെന്ന് പറയാറുണ്ട്. സൃഷ്ടിരൂപേണ, അതായത് സൃഷ്ടിയുടെ രൂപത്തിൽ, മാതൃഭാവത്തിൽ. ഇവിടെ ആ മാതൃഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ മാത്രമല്ല, ദേവന്മാരായാലും മറ്റ് സ്ഥാവരങ്ങളായാലും ഒക്കെ ആ ഒരു സൃഷ്ടിക്ക് ഉതകുന്ന രൂപത്തിൽ കാണപ്പെടുന്ന, സ്ഥിതി ചെയ്യുന്നത് യാതൊരു ദേവിയാണോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം, അതുപോലെ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നിദ്രാരൂപേണ എന്ന് പറഞ്ഞിരുന്നു. ആ നിദ്ര എന്ന് പറയുന്നത് അജ്ഞാനത്തിൻ്റെ ഭാവമായിട്ടും നിദ്രയെ പറയാറുണ്ട്. രണ്ടായാലും അമ്മ തന്നെയാണ്. വിദ്യ അവിദ്യാസ്വരൂപിണി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയാറുണ്ട്. രണ്ടും വിദ്യാരൂപിണിയായും അവിദ്യാരൂപിണിയായും കുടികൊള്ളുന്നത് അമ്മ തന്നെയാണ്. അടുത്ത ശ്ലോകം, യാ ദേവി സർവഭൂതേഷു ഛായാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളുടെയും അന്തരാത്മാവായി വർത്തിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം, യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ എല്ലാ ഭൂതങ്ങളിലും ശക്തിരൂപമായി പ്രകാശിക്കുന്നത്. ഇവിടെയും നമുക്കറിയാം, സാത്വിക രൂപത്തിലുള്ള ശക്തിയായിട്ടും അതേപോലെ തന്നെ രാജസ ശക്തിയായിട്ടും തമോ
തമോ ഗുണപ്രധാനമായിട്ടുള്ള ശക്തിയായിട്ട് നമ്മളിലൊക്കെ വർത്തിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ശക്തി രൂപത്തിൽ വർത്തിക്കുന്നത് യാതൊരു ദേവിയാണോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ സാത്വിക ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാർവതി, സരസ്വതി ദേവി, അതേപോലെ ഭഗവതി, ഇതൊക്കെയും അമ്മയുടെ സാത്വിക ഭാവങ്ങളാണ്. അതേസമയം രാജസ ഭാവങ്ങളാണ് ശൂലിന്യാദി സ്വരൂപങ്ങളിൽ കാണുന്നത്. ഇനി താമസ ശക്തി സ്വരൂപങ്ങളാണ് ശിവദൂത്യാദി സ്വരൂപങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്വരൂപങ്ങൾക്കും അത് ഏത് ഗുണത്തിൻ്റെ ഭാവമായിരുന്നാലും 3 ഗുണങ്ങളുടെയും ഭാവത്തിൽ കുടികൊള്ളുന്ന ശക്തിയായി വർത്തിക്കുന്ന ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് യാ ദേവി സർവഭൂതേഷു തൃഷ്ണാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞില്ല. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും മേധാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ഇവിടെ എല്ലാ ഭാവങ്ങളിലും നമുക്കറിയാം 3 ഗുണങ്ങളിലും അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ സർവചരാചരങ്ങളും ഈ 3 ഗുണങ്ങളിലും ആശ്രിതരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, അതിനെ ആശ്രയിച്ചാണ് അവരുടെ നിലനിൽപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ചരാചരങ്ങളും എപ്പോഴും സ്തുതിക്കേണ്ട, സ്മരിക്കേണ്ട ഒരു സ്തുതിയാണ് ഈ നാരായണീ സ്തുതി എന്ന് പറയുന്നത്. എന്നാൽ ദേവി ആകട്ടെ ഗുണാതീതയുമാണ്. ഇനി നമുക്കടുത്ത ശ്ലോകം നോക്കാം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ശാന്തി എന്ന് പറഞ്ഞാൽ സഹനശക്തിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല സഹനശക്തി ഉണ്ടാകണം. അപ്പോൾ ആ സഹനശക്തിയോട് നമ്മൾ ക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടി വന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ അതിനെ തരണം ചെയ്യുന്നതിനുള്ള ശക്തിയായി വർത്തിക്കുന്നത് അമ്മേ. അങ്ങനെയുള്ള അമ്മയ്ക്ക് നിത്യവും പ്രണാമം നമസ്കാരം അർപ്പിക്കുന്നു. യാ ദേവി സർവഭൂതേഷു ജാതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും വ്യത്യസ്ത ഭാവങ്ങളിൽ കുടികൊള്ളുന്ന, ഇവിടെ ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യജാതി എന്ന് തന്നെയല്ല, എല്ലാ ജാതികളിലും കുടികൊള്ളുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ സർവജാതികളിലും ജാതിഭാവത്തിൽ കുടികൊള്ളുന്ന ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ലജ്ജയുടെ രൂപത്തിൽ കുടികൊള്ളുന്നത് അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവചരാചരങ്ങളിലും യാതൊരു ദേവിയാണോ പരമമായ ശാന്തിയുടെ ഭാവത്തിൽ കുടികൊള്ളുന്നത് അങ്ങനെയുള്ള അമ്മയെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ശ്രദ്ധാഭാവത്തിൽ ശ്രദ്ധാരൂപത്തിൽ കുടികൊള്ളുന്നത് അമ്മേ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു കാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും
കാന്തിയായിക്കൊണ്ട്, നമ്മുടെ ഉള്ളിലെ പ്രകാശമായിക്കൊണ്ട് കുടികൊള്ളുന്നത്, നമ്മളിലെ ദ്യുതിയായിക്കൊണ്ട് നമ്മളിൽ ചൊരിയുന്ന ആ ഒരു സാത്വിക ഭാവമായിക്കൊണ്ട് നിലകൊള്ളുന്നത്, അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ ലക്ഷ്മി രൂപത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ ചരാചരങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും അമ്മ തന്നെയാണ്. അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളാണ്, പ്രത്യക്ഷ രൂപമാണ്. അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. യാ ദേവി സർവഭൂതേഷു വൃത്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. സർവചരാചരങ്ങളിലും വൃത്തി എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളാണ്. നമ്മുടെ കർമ്മങ്ങളായിട്ട് വർത്തിക്കുന്നത്, നമ്മുടെയൊക്കെ ഓരോ കർമ്മത്തിൻ്റെയും പിന്നിലെ ശക്തിയായി വർത്തിക്കുന്നത്, നമുക്ക് കൈകളുണ്ടാവാം, കാലുകളുണ്ടാവാം, കണ്ണുകളുണ്ടാകാം, മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും ഉണ്ടായിരുന്നാലും അത് വർത്തിക്കുന്നതിനുള്ള ശക്തിയായി, ചേതനയായി, കർമ്മരൂപത്തിലേക്ക് അതിനെ മാറ്റുന്നതിന് ശക്തിയായി വർത്തിക്കുന്ന കർമ്മഭാവത്തിൽ കുടികൊള്ളുന്ന ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സ്മൃതി രൂപേണ, സ്മൃതി എന്നാൽ നമ്മുടെ ഓർമ്മ എന്നർത്ഥമുണ്ട്, ചിന്ത എന്നർത്ഥമുണ്ട്. ഈ ഭാവങ്ങളിലൊക്കെയും നമ്മളിൽ കുടികൊള്ളുന്നത് യാതൊരു ദേവിയാണോ, അതേപോലെ ധ്യാനം തുടങ്ങി പല അർത്ഥങ്ങൾ അതിന് പറയാറുണ്ട്. ഈ ഭാവങ്ങളിലെല്ലാം നമ്മളിൽ കുടികൊള്ളുന്ന, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. യാ ദേവി സർവഭൂതേഷു ദയാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവഭൂതങ്ങളിലും ദയാരൂപത്തിൽ കുടികൊള്ളുന്നത്, അത് സജ്ജനങ്ങളായിക്കോട്ടെ, ദുർജനങ്ങളായിക്കോട്ടെ, ധനികരായിക്കോട്ടെ, നിർധനരായിക്കോട്ടെ, എല്ലാവരിലും അമ്മയ്ക്കുള്ളത് ഒരേ ഭാവം തന്നെയാണ്, ദയ തന്നെയാണ്. ഇനിയും ധനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒക്കെ അതിൻ്റെ മതത്താൽ കർമ്മങ്ങൾ ദുഷിച്ചു പോയാൽ അവരെ ആ ദുഷിപ്പ് മാറ്റി അമ്മയുടെ ദയ മൂലം അവരെ സദ്ഭാവങ്ങളിലേക്ക്, സത്പ്രവർത്തികളിലേക്ക്, സത്ചിന്തയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതിന് ചിലപ്പോൾ നമ്മളിപ്പോൾ അസുരന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ അവരോട് യുദ്ധം ചെയ്യുന്നത് പോലെ ദേവി അവരുടെ ആ മതത്തിന് തടയിടാൻ വേണ്ടി പല ദുഃഖങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ കൊടുത്തുവെന്ന് വരാം. പക്ഷേ അമ്മ എല്ലാ ചരാചരങ്ങളിലും ഒരുപോലെ ദയാരൂപത്തിൽ വർത്തിക്കുന്നവളാണ്. അമ്മയ്ക്ക് ആരോടും തന്നെയും പ്രത്യേകതയില്ല. അടുത്ത ശ്ലോകം. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും തുഷ്ടിരൂപേണ, തുഷ്ടി എന്ന് പറഞ്ഞാൽ ആഹ്ലാദം, സന്തോഷം, സംതൃപ്തി എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആ ഒരു സംതൃപ്തിയുടെ ഭാവത്തിൽ, ആത്മസംതൃപ്തി നിറയ്ക്കുന്ന അമ്മയെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ഇനി അടുത്ത ശ്ലോകം. അടുത്ത ശ്ലോകമാണ് ഈ നാരായണീ സ്തുതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങൾക്കും അമ്മയായി വർത്തിക്കുന്നത്, അങ്ങനെയുള്ള ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. ജഗദംബയായ ദേവി അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം.
സർവഭൂതങ്ങളിലും മാതൃവാത്സല്യത്തോടുകൂടി പരിപാലിക്കുന്ന ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. സർവചരാചരങ്ങളെയും മാതൃത്വത്തിൻ്റെ ഊഷ്മളതയോടുകൂടി പരിപാലിക്കുന്ന ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. സർവചരാചരങ്ങളെയും തൻ്റെ മടിയിൽ സുരക്ഷിതയായി പോറ്റുന്ന ദേവി, അമ്മേ, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. എല്ലാം മാതൃഭാവത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ തന്നെയാണ്. അടുത്ത ശ്ലോകം. യാ ദേവി സർവഭൂതേഷു ഭ്രാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാതൊരു ദേവിയാണോ സർവചരാചരങ്ങളിലും ഭ്രാന്തിരൂപേണ, ഇവിടെ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു വിഭ്രാന്തി ഉണ്ടാക്കുന്ന അഥവാ മായാസ്വരൂപിണിയായി വർത്തിക്കുന്ന, ശരിയായ സത്യത്തെ അറിയുന്നതിൽ നിന്നും മനസ്സിനെ ഭ്രമിപ്പിച്ച് ബാഹ്യ വിഷയങ്ങളിൽ ചരിപ്പിക്കുന്ന, ഒരു മായാവിഭ്രമം ഉണ്ടാക്കുന്ന ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. ഇന്ദ്രിയാണാമധിഷ്ഠാത്രി ഭൂതാനാം ചാഖിലേഷു യാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തിയൈ ദേവ്യൈ നമോ നമഃ. ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി, സർവ ഇന്ദ്രിയങ്ങൾക്കും ആധാരഭൂതയായിട്ടുള്ള, ഭൂതാനാം അഖിലേഷു ച, എല്ലാ ഭൂതങ്ങളിലും എന്ന് പറഞ്ഞാൽ ആകാശാദി പഞ്ചഭൂതങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ആധാരഭൂതയായി യാതൊരു ദേവിയാണോ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തിയൈ ദേവ്യൈ നമോ നമഃ, വ്യാപ്തിയൈ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള, എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള, അല്ലയോ ദേവി, അവിടുത്തെ അമ്മേ ഭഗവതി, അവിടുത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. ചിതിരൂപേണ യാ കൃത്സ്നമേതദ്വാപ്യസ്ഥിതാ ജഗത് നമസ്തസ്യൈ 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 നമോ നമഃ. യാ കൃത്സ്നം ഏതദ്വാപ്യസ്ഥിതാ ജഗത്ത്, ഈ കാണുന്നതായിട്ടുള്ള ജഗത്ത് മുഴുവൻ തന്നെയും ചിതിരൂപേണ എന്ന് പറഞ്ഞാൽ ചിത്രൂപേണ, ചിത്തായിട്ട് ബ്രഹ്മസ്വരൂപമായിട്ട് വ്യാപിച്ചരുളുന്ന, അല്ലയോ ദേവി, അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം. യാ സുരൈ പൂർവമഭീഷ്ട സംശ്രയാത് തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിത കരോതു സാ നഃ ശുഭഹേതുരീശ്വരി ശുഭാനി ഭദ്രാണി അഭിഹന്തു ചാപദ. യാ സ്തുതാസുരൈ പൂർവമഭീഷ്ട സംശ്രയാത്, പണ്ട്, പൂർവം എന്ന് പറഞ്ഞാൽ പണ്ട്, അഭീഷ്ട സംശ്രയാത്, അഭീഷ്ടങ്ങൾ സാധിക്കുവാൻ ഇടയായ കാരണം, തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിത, തന്നെയല്ല സുരേന്ദ്രേണ, ദേവന്മാരുടെ ഇന്ദ്രനാൽ, ദേവേന്ദ്രനാൽ, ഇവിടെ ദേവേന്ദ്രൻ എന്ന് ഉദ്ദേശിച്ചതുകൊണ്ട് എല്ലാ ദേവന്മാരെയും നമുക്ക് കണക്കുകൂട്ടാം. ദേവേന്ദ്രൻ മുഖ്യനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന മറ്റുള്ള ദേവന്മാരൊക്കെയും എല്ലാ ദേവന്മാരാലും ദിനേഷു സേവിത, നിത്യവും സേവിക്കപ്പെടുന്നവളായിട്ടുള്ള, സ്തുതിക്കപ്പെടുവാൻ അർഹയായിട്ടുള്ള ദേവി, കരോതു സാ ന ശുഭഹേതുരീശ്വരി, ശുഭഹേതുരീശ്വരി, ശുഭത്തിന് കാരണഭൂതയായിട്ടുള്ള, അല്ലയോ ഈശ്വരി, സാ എന്നവിടെ എടുത്തിരുന്ന അവൾ എന്നുള്ള അർത്ഥത്തിൽ ദേവി, ശുഭാനി ഭദ്രാണി അഭിഹന്തു ചാപദ. ശുഭാനി എന്ന് പറഞ്ഞാൽ എല്ലാ ശുഭങ്ങൾക്കും, എല്ലാ ശുഭത്തിനും കാരണമായിട്ടുള്ള, ശുഭത്തെ നൽകുന്നവളായിട്ടുള്ള ദേവി, ഭദ്രാണി അഭിഹന്തു ച ആപദ. ഭദ്രാണി എന്ന് പറഞ്ഞാൽ
എല്ലാ ഭൂതങ്ങളെയും തൻ്റെ സ്വകൃത്യങ്ങളിൽ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയതായിട്ടുള്ള ദേവി. അങ്ങനെയിരിക്കുന്ന അല്ലയോ ദേവി, ച ആപത എന്ന് പറഞ്ഞാൽ എന്നാൽ ആപത്തിനിടയാക്കാതെ അശുഭമായിട്ടുള്ള യാതൊരു സമ്പർക്കവുമില്ലാതെ ശുഭങ്ങളെ വരുത്തിത്തരുന്ന ദേവി, അവിടത്തേക്കായിക്കൊണ്ട് അവിടുത്തെ എല്ലാ ദേവന്മാരും, കാരണം പണ്ട് അഭീഷ്ട പൂർത്തീകരണത്തിനായിക്കൊണ്ട് അമ്മയെ അവിടുത്തെ ആശ്രയിച്ചതായിട്ടുള്ള അല്ലയോ ദേവി, അവിടുത്തെ എല്ലാ ദേവന്മാരും സ്തുതാസുരൈ സർവം, അതായത് എല്ലാ ദേവന്മാരും അമ്മയെ അവിടുത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ദേവി, അവിടുന്ന് ഞങ്ങൾക്കും ശുഭങ്ങളെ വരുത്തേണമേ, അശുഭങ്ങളെ മാറ്റിത്തരയണമേ. അടുത്ത ശ്ലോകം കൂടി ഈ ഒരു സ്തുതിയിൽ വരുന്നതായതുകൊണ്ട് അടുത്തതും കൂടി എടുത്തിട്ട് ഇന്നത്തെ സത്സംഗം അമ്മയുടെ പാദങ്ങൾ സമർപ്പിക്കാമെന്ന് കരുതുന്നു. യാ സാമ്പ്രതം ചോധത ദൈത്യതാപിതൈരസ്മാഭിരീശ ച സുരൈർനമസ്യതേ, യാ ച സ്മൃതാ തക്ഷണമേവ ഹന്തിന സർവാപദോ ഭക്തി വിനമ്രമൂർത്തിഭിः. യാ സാമ്പ്രതം ചോദ്ധത ദൈത്യ താപിതൈർ അസ്മാഭി ഈശ ച സുരൈർനമസ്യതേ. അതായത് ച ഉദ്ധത ദൈത്യ താപിതൈ, അഹങ്കാരം കൊണ്ട് ഉന്മത്തരായിട്ടുള്ള, അങ്ങനെ ഉന്മത്തരായ ആ അസുരന്മാരാൽ പീഡിതരായി തീർന്നിരിക്കുന്ന, ഇവിടെ ദേവന്മാരാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അസ്മാഭി ഈശ എന്ന് പറഞ്ഞ ഞങ്ങൾ, അതായത് ദേവന്മാര്, അല്ലയോ ദേവി എന്താ പറഞ്ഞിരിക്കുന്നത്, സുരൈർ നമസ്യതേ, ഞങ്ങൾ അവിടുത്തെ നമസ്കരിക്കുന്നു. കരോതു സ ന ശുഭഹേതുരീശ്വരി, ന എന്ന് പറഞ്ഞിരിക്കുന്ന വിസർഗമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. കരോതു സ ന ശുഭഹേതുരീശ്വരി, എല്ലാ ശുഭങ്ങൾക്കും എല്ലാ ശുഭഫലങ്ങളെയും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള ദേവി, ശുഭങ്ങൾക്കെല്ലാം കാരണഭൂതയായിട്ടുള്ള ദേവി. ശുഭാനി ഭദ്രാണി അഭിഹന്തു ചാപത, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ സർവാപതോ ഭക്തി വിനമ്രമൂർത്തിഭി. ഇവിടെ യാച സ്മൃത തക്ഷണമേവ ഹന്തിന, യാതൊരു ദേവി, അങ്ങനെയുള്ള ആ ദേവിയെ, യാതൊരു ദേവിയാണോ ആ ദേവിയെ സ്മരിച്ചാൽ തന്നെ തൽക്ഷണം ഏവം, ആ ക്ഷണത്തിൽ തന്നെ ഹന്തി സർവാപതോ, സർവ ആപത്തുകളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ദേവി. നഹ ഭക്തി വിനമ്രമൂർത്തിഭി, അങ്ങനെയുള്ള ദേവി എല്ലാ സർവാപതോ, എല്ലാ ആപത്തുകളെയും ഒഴിവാക്കുന്നതായിട്ടുള്ള ദേവി. അങ്ങനെയുള്ള ദേവി അവിടുത്തെ ഞങ്ങൾ ഭക്തിപൂർവം വിനമ്രമൂർത്തിഭി, അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അമ്മേ അവിടുന്ന് രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ സ്തുതി, ഇവിടെ നാരായണീ സ്തുതി ദേവന്മാർ പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ഇത്രയും നേരവും നമ്മൾ സ്തുതിക്കുകയായിരുന്നു ദേവിയെങ്കിൽ അവസാനത്തെ ഒരു 2 ശ്ലോകങ്ങളിലായിക്കൊണ്ട് സ്തുതികൾ കഴിഞ്ഞിട്ട് തങ്ങളുടെ ആവശ്യത്തെ ഉണർത്തിച്ചിരിക്കുകയാണ്. അമ്മേ രക്ഷിക്കണമേ, ആപൽ ബാന്ധവയായിട്ടുള്ള ദേവി അവിടുന്ന് രക്ഷിക്കണമേ. ഇത് തന്നെയാണ് നമുക്കുമൊക്കെ അമ്മയോട് അപേക്ഷിക്കുവാനുള്ളത്. അശുഭകരങ്ങളായ കർമ്മങ്ങൾ, അത് മനോവാകർമ്മങ്ങളൊന്നും തന്നെ കൂടാതെ എല്ലാത്തിനെയും അമ്മയെ അവിടുത്തെ സ്മരിക്കുമ്പോൾ തന്നെ ക്ഷണനേരം കൊണ്ടില്ലാതെയാക്കി ശുഭത്തെ നൽകി, ശുഭചിന്തകളെ നൽകി അമ്മയെ അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ഈ നാരായണീ സ്തുതി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.